ആളുടെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങള് പ്ലാൻഡ് ആയിരുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ വന്നൊരു ആളാണ്. പിന്നെന്താ പറയാ, അൺഎക്സ്പെക്ടഡ് ആയി വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ 10 മാസത്തിലാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റിയിട്ട്. പിന്നെ എന്താ പറയാ, ഞങ്ങൾക്ക് കൂടുതലൊരു ടീമിലൊരു പുതിയൊരാൾ വന്ന പോലെ അച്ഛനമ്മേനേക്കാളും കൂടുതൽ പട്ടി പട്ടി അതുപോലെയാണ് നോക്കിയത്. ഒരുപാട് കാര്യങ്ങള് ആ കാരിങ് ടൈമിലാണ് ഞങ്ങൾക്ക് പഠിച്ചത്. കാരണം ഫസ്റ്റത്തെ 6 മാസം ഞങ്ങൾ മാത്രമായിരുന്നു, ഞങ്ങൾ ബാംഗ്ലൂര് വർക്ക് ചെയ്യുന്നു. അപ്പൊ പിന്നെ പാരന്റ്സ് രണ്ടാളും വർക്കിംഗ് ആയ കാരണം ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ. അപ്പൊ പിന്നെ അപ്പൊ ടേക്ക് കെയർ ചെയ്ത് പിന്നെ പതുക്കെ ബേബിയുടെ മൊമെന്റ്സ് വന്നു തുടങ്ങിയില്ല. ബേബി വയറിൽ അനങ്ങി തുടങ്ങിയപ്പോഴാണ് ശരിക്കും പാരന്റിങ് ഫീൽ കിട്ടി തുടങ്ങിയത്. പിന്നെ ആള് വന്നപ്പോ ഒരു മാസം സ്ട്രഗ്ലിംഗ് തന്നെ ആയിരുന്നു, എല്ലാതും സെറ്റ് ആയി വരാനായിട്ട്. പക്ഷെ ഇപ്പൊ അടിപൊളിയാണ്. ഇപ്പൊ ആള് നല്ല വൈബിംഗ് ആണ്, വീട്ടിലായാലും അത് ഉഷാറാണ്. ഇൻസ്റ്റാഗ്രാമില് അധികം ഇല്ലാത്തൊരു പേര് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ എത്തിയതാണ് അയാമീന്ന് വെച്ചിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങള് സെലക്ട് ചെയ്തതിനു ശേഷമാണ് സെർച്ച് ചെയ്യുമ്പോ മീനിങ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ശാന്തസ്വരൂപിയാണ്, വളരെ പീസാണ്. രാവിലെ എന്തായാലും വലിയ കരച്ചിലൊന്നും ഇല്ല, ആളവിടെ കളിച്ചു കിടക്കും. നമ്മള് കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾക്ക് ബോറടിക്കാൻ അവിടെ വിളിച്ച് നല്ലൊരു ഇവന്റ് ആയിട്ട് നടന്നതായിരുന്നു. കാരണം ബേബിയുടെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ അല്ലേ, അപ്പൊ പ്ലാൻ ചെയ്ത പോലെയായി. അപ്പാർട്ട് ഫ്രം ബേബി കുറെ കരഞ്ഞു, പക്ഷെ കുഴപ്പമില്ല, എന്നാലും നന്നായിരുന്നു. അതെപ്പോഴും കരയുണ്ട്. ഞങ്ങളുടെ വൺ ആൻഡ് ഓൺലി ആണ്. ആൾ ഉഷാറായി.